ഡൽഹി നിയുക്ത മുഖ്യമന്ത്രി രേഖ ഗുപ്ത ബുധനാഴ്ച വൈകിട്ട് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു. മുതിർന്ന ബി.ജെ.പി. നേതാക്കൾക്കൊപ്പമാണ് രാജ്നിവാസിൽ എത്തിയത്. ഫെബ്രുവരി 5 നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയ ബി.ജെ.പി. രേഖ ഗുപ്തയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. ഡൽഹി ഉപമുഖ്യമന്ത്രിയായി പർവേഷ് വർമ്മയെയും സ്പീക്കറായി വിജേന്ദർ ഗുപ്തയെയുമാണ് തീരുമാനിച്ചത്. രാംലീല മൈതാനത്ത് നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വച്ച് രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പി. മുഖ്യമന്ത്രിമാരും അടക്കമുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ന് രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങുക. 12 മണിക്ക് ഗവർണർ മുഖ്യമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വികസിത ഡൽഹി എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ചടങ്ങ്. വികസിത് ഡൽഹി ശപഥ് സമാരോഹ് എന്നാണ് ചടങ്ങിന് പേരിട്ടിരിക്കുന്നത്. 20 സംസ്ഥാനങ്ങളിലെയും NDA മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും എല്ലാ പ്രധാന നേതാക്കളെയും സെലിബ്രിറ്റികളെയും പങ്കെടുപ്പിച്ച് ചടങ്ങ് ശക്തി പ്രകടനമാക്കാനാണ് ബി.ജെ.പി. തീരുമാനം. അതേസമയം ചടങ്ങിലേക്ക് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും കാവൽ മുഖ്യമന്ത്രി അതിഷിയെയും ഡൽഹി PCC അധ്യക്ഷൻ ദേവേന്ദ്ര യാദവിനെയും ക്ഷണിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഡൽഹിയുടെ തലപ്പത്ത് വനിത വരുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതോടെ രേഖ ഗുപ്തയും പട്ടികയിലെ പേരുകാരിൽ മുൻപന്തിയിലെത്തി. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഡൽഹിയിൽ വലിയ വോട്ട് ബാങ്കുള്ള ബനിയ സമുദായത്തിൽപ്പെട്ട നേതാവിനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പാർട്ടിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു. വിജേന്ദ്ര ഗുപ്ത, രേഖ ഗുപ്ത, ജിതേന്ദ്ര മഹാരാജൻ എന്നിവരുടെ പേരുകൾ ചർച്ചയാവുകയും ചെയ്തു. പർവേഷ് വർമ്മ ജാട്ട് സമുദായത്തിന്റെ നേതാവാണ്. ഡൽഹിയിൽ 8 ലക്ഷത്തിലധികം ജാട്ട് സമുദായങ്ങളുണ്ട്. പർവേഷിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിച്ചിരുന്നെങ്കിലും RSSന്റെ പിന്തുണ രേഖ ഗുപ്തയ്ക്കായിരുന്നു. 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരം പിടിച്ച ബി.ജെ.പി. വനിതാ വോട്ടർമാരിലാണ് ശ്രദ്ധ ഊന്നിയിരുന്നത്. വനിതകൾക്ക് മാസം തോറും 2500 രൂപ, ഗർഭിണികൾക്ക് 21,000, മുതിർന്നവർക്ക് പെൻഷൻ എന്നിങ്ങനെ സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു. സ്ത്രീകൾക്ക് മാസം തോറും 2100 രൂപ വാഗ്ദാനം ചെയ്ത AAPയെ വെല്ലാനായിരുന്നു ഈ ഒരു വാഗ്ദാനം. രേഖ ഗുപ്ത മുഖ്യമന്ത്രിയാകുന്നതോടെ OBC വിഭാഗത്തിലേക്ക് ബി.ജെ.പി. തങ്ങളുടെ തന്ത്രപ്രധാനമായ സ്വാധീനം ഉറപ്പിച്ചിരിക്കുകയാണ്. ഡൽഹി വോട്ടർമാരിൽ 30% OBC വിഭാഗം. ജാട്ടുകൾ, ഗുജ്ജറുകൾ, യാദവർ, ഗുപ്തകൾ എന്നീ സമുദായങ്ങൾ OBCയിൽ ഉൾപ്പെടുന്നു. ഡൽഹിയിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും അതുവഴി OBC വോട്ടർമാരെ പാട്ടിലാക്കാമെന്ന് ബി.ജെ.പി. കണക്കുകൂട്ടുന്നു. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ രേഖ ഗുപ്തയുടെ മുഖ്യമന്ത്രി സ്ഥാനം ചലനങ്ങൾ ഉണ്ടാക്കും. ബീഹാറിലെ വോട്ടർമാരിൽ 63% OBCകളാണ്. ഡൽഹിയിൽ OBC നേതാവിനെ ഉയർത്തി കാണിക്കുക വഴി ബീഹാറിൽ RJDയുടെ സ്വാധീനം ദുർബലമാക്കാനും തങ്ങളുടെ സ്വാധീനം വിപുലീകരിക്കാനും ബി.ജെ.പി. ലക്ഷ്യമിടുന്നു. ബീഹാറിന് പുറമെ OBC വോട്ടർമാരിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്ന യുപിയിലും ബി.ജെ.പി. ഒരു കണ്ണുവയ്ക്കുന്നു. യുപിയിലെ OBCകളിലെ 52%-ൽ 43%വും യാദവ് ഇതര വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവർ സമാജ്വാദി പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കാണ്.